ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ വലിയ പുസ്തകങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ലാത്ത പുസ്തകങ്ങൾ ഏതെങ്കിലും പഠനത്തിൻ്റെയോ പരിശോധനയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ വണ്ടി കയറി തിരുവനന്തപുരത്തേക്ക് പോയാൽ മതി. എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്ന, രാവിലെ മുതൽ ഇതുപോലെ മോന്തി വരെ പ്രവർത്തിക്കുന്ന ഒരു നല്ല ഗവേഷണ ലൈബ്രറിയാണ് പി ഗോവിന്ദപിള്ളയുടെ ലൈബ്രറി. ഇന്നത്തേതുപോലെ നമ്മുടെ കയ്യിൽ ഈ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഇല്ലാത്ത കാലത്ത് ഇന്നിപ്പോൾ നമുക്കൊരു വിവരം തേടാൻ ഒട്ടും പ്രയാസമില്ല. ഏതാണോ വിവരം വേണ്ടത് അത് ഈ സെർച്ച് എഞ്ചിനാണ് പി ഗോവിന്ദപിള്ള. അദ്ദേഹം അന്ന് സാർവദേശീയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അത് പത്രത്തിൽ മാത്രമായിരുന്നില്ല. പിന്നീട് TV തുടങ്ങിയപ്പോൾ, ഏഷ്യാനെറ്റ് TV തുടങ്ങിയപ്പോൾ ഗോവിന്ദപിള്ളയുടെ ഒരു വീഡിയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് PGയും ലോകവും എന്നായിരുന്നു. അത്രയുള്ള ഒരു 10 മിനിറ്റ് ഈ ചാനലിൽ വന്നിട്ട് പി ഗോവിന്ദപിള്ള സംസാരിക്കും. ആ ആഴ്ചയിൽ ലോകത്ത് നടന്ന സംഗതികളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നത്. പിന്നീട് ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ വലിയ സ്വാധീനം വന്നപ്പോൾ ആ പരിപാടിക്ക് പ്രസക്തി ഇല്ലാതായതുകൊണ്ടാണ് ദീർഘകാലം നടന്നു വന്ന ഏഷ്യാനെറ്റിലെ PGയും ലോകവും എന്ന പരിപാടി ഇല്ലാതായത്. അങ്ങനെ മലയാളിയുടെ വായനയുടെ ഒരു അപ്പോസ്തലനാണ് പി ഗോവിന്ദപിള്ള. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണശേഷം അദ്ദേഹം കൂടി മുൻകൈയെടുത്ത് സ്ഥാപിച്ച കേരളത്തിലെ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം സംസ്ഥാനത്തെമ്പാടും ഗോവിന്ദപിള്ളയുടെ പേരിൽ ഈ വായനാക്കൂട്ടം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ വലിയ ബുദ്ധിജീവികൾ ചെയ്യേണ്ട ഒന്നല്ലേ, നമ്മൾ ചെയ്യേണ്ടതാണോ എന്നുള്ളതാണ്. ഗലീലിയോ എന്ന് പറഞ്ഞിട്ടൊരു വലിയ നാടകം ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ കളിച്ചൊരു നാടകമാണ്. മലയാളത്തിലും അത് പരിഭാഷപ്പെടുത്തി കളിച്ചിട്ടുണ്ട്. ആ നാടകത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഡയലോഗ്, ചന്തയിൽ മീൻ വിൽക്കുന്ന സ്ത്രീകൾ ഗോളശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്നാണ്. നമ്മൾ സാധാരണ നാട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ കലമ്പിച്ചൊടിച്ച് വല്ലാതെ വർത്താനൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഈ മീൻ വിൽക്കുന്ന അല്ലേ, അങ്ങനല്ലേ പറയുന്നത്. വംശീയമായ അധിക്ഷേപമല്ല, പക്ഷെ നമ്മളെല്ലാം പറയാറ് അല്ലേ, മീൻ വിൽക്കുന്ന പെണ്ണുങ്ങളെ പോലെ വർത്താനം പറയല്ല എന്ന് പറഞ്ഞാൽ അവരെന്തോ വലിയ പഠിപ്പൊന്നുമില്ലാത്ത, വലിയ വിവരമൊന്നുമില്ലാത്ത, ഇങ്ങനെ എന്തോ മഹാമോശം ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും വഴക്കൊക്കെ നടക്കുമ്പോൾ കുറച്ച് മോശം ഭാഷ വന്നാൽ മീൻ വിൽക്കുന്ന പെണ്ണുങ്ങളെ പോലെ വർത്താനം പറയല്ല എന്ന് പറയുന്നത്. പക്ഷേ ആ മീൻ വിൽക്കുന്ന പെണ്ണുങ്ങൾ ഏതിനെക്കുറിച്ച് സംസാരിക്കണം? നമ്മൾ ഈ പറയുന്ന സാധാരണ ഭാഷകളിലല്ല, ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച്, ഈ റോക്കറ്റും പിന്നെ ഉപഗ്രഹങ്ങളും എല്ലാം പോകുന്ന ബഹിരാകാശ നമ്മൾ വെറും പിന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട കുറച്ച് ബുദ്ധിജീവികൾക്കുള്ള ഒരു ഏർപ്പാടല്ല എന്നുള്ളത് കൊണ്ടാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ ബ്രദേഴ്സ് ലൈബ്രറിയുമായി ചേർന്ന് കൂവൽപ്പള്ളിയിൽ നിങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഇങ്ങനെയൊരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തുടർച്ചയായി എല്ലാ മാസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്താണ് നമ്മൾ ഇപ്പോൾ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പ്രസക്തി എന്നുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ചർച്ച മാത്രമല്ല, ഈ പുസ്തകം തന്നെ പ്രസക്തമായി തീരുന്നത് നമ്മുടെ കാലത്തെ, നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാഷ്ട്രീയത്തെയും എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒന്നാണിത് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലെ ഒരു പ്രശ്നം നമുക്കിപ്പോൾ ഓർമ്മിക്കാൻ വലിയ ഇഷ്ടമില്ല സംഗതികൾ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെല്ലാം വന്നിരുന്നാലും നമ്മുടെ മനസ്സിലെ ചോദ്യം, എത്ര കാലമായി ഇങ്ങനെ മീറ്റിങ്ങിന് ജാഥക്ക് പോകുന്നത്, പിന്നെ ഫണ്ട് കൊടുക്കുന്നത്, വോട്ട് ചെയ്യുന്നത്, എന്നിട്ടിപ്പം എന്തായി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ മീറ്റിങ്ങിന് വന്നിരുന്നാൽ എനിക്കെന്ത് കിട്ടും? ഒരു ചായയും അടയും കിട്ടിയത് കൊണ്ട് കുറച്ച് സമാധാനം. പക്ഷെ നമ്മുടെ എല്ലാം അങ്ങനെയാണ്. ഇതിന് പോയിട്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിന് പോയിട്ട്, പാർട്ടിക്ക് പോയിട്ട്, അല്ലെങ്കിൽ ലൈബ്രറിക്ക് പോയിട്ട് എന്ത് കിട്ടും എന്നാണ് നമ്മുടെ കാലത്തോടെ ഒരു ചോദ്യം. അപ്പം അങ്ങനെ ഒരു എന്തെങ്കിലും കിട്ടാൻ മാത്രമായിട്ട് പോവുകയും ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഇതിനെ കൊണ്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല എന്ന് കരുതുകയും ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണം കൂട്ടരെ, നമ്മൾ എങ്ങനെയാണ് നമ്മളായത് എന്ന് പറയണം. കുറത്തി എന്ന കവിതയിൽ കടമനിട്ട നമ്മുടെ നെഞ്ചിനെ കുത്തി പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്നുള്ളതാണ്. അതുകൊണ്ട് മറവികൾക്കെതിരായിട്ടുള്ള ഓർമ്മകളുടെ ഒരു വലിയ സമരമാണ് ചരിത്രം എന്ന് ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടുള്ള മിലൻ കുന്ദേര മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നല്ലതുപോലെ നമുക്ക് ഓർമ്മകൾ ഉണ്ടാകണം. കരിവള്ളൂർ മുരളി എഴുതിയ ഒരു നാടകം, ഒരുപാട് നാടകവും കവിതയും എഴുതിയ ആളാണ് കരിവള്ളൂർ മുരളി. അദ്ദേഹം എഴുതിയ ഒരു നാടകത്തിൻ്റെ പേര് അബൂബക്കറിൻ്റെ ഉമ്മ പറയുന്നു എന്നാണ്.
1943 ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന കയ്യൂരിലെ രക്തസാക്ഷികൾ മടത്തിൽ അപ്പുവിൻ്റെയും കോയിത്താറ്റിൽ കുഞ്ഞമ്പുവിൻ്റെയും കോയിത്താറ്റിൽ ചിരുകണ്ഠൻ്റെയും പൊടോര കുഞ്ഞമ്പുവിൻ്റെയും ഒപ്പം അന്ന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ രക്തസാക്ഷിയാണ് നീലീശ്വരം പാലായിലെ പള്ളിക്കാൽ അബൂബക്കർ. ആ അബൂബക്കറിന്റെ വയസ്സായ ഉമ്മയെ കഥാപാത്രമായി സങ്കല്പിച്ചുകൊണ്ടുള്ളതാണ് ഈ നാടകം. അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു. ഒരൊറ്റ കഥാപാത്രം മാത്രമേ ഉള്ളൂ, ഒരു നടി മാത്രമാണ് അത് അവതരിപ്പിച്ചത്. ആ നാടകത്തിൽ 2-3 സ്ഥലത്ത് ആവർത്തിക്കുന്ന ഒരു ഡയലോഗ് ഓർമ്മിക്കാനല്ല മോനെ ബസമം മറക്കാനും എളുപ്പം എന്നാണ്. ഓർമ്മ ഒരു അലോസരവും മറവി ഒരു അനുഗ്രഹവുമായി കരുതുന്നവരുടെ കാലത്തോട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന്, അത് TV ചന്ദ്രൻ്റെ ഒരു സിനിമയുടെ പേരാണ്, യാദൃശികമായിരിക്കും. ആ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന സിനിമയിലെ ഇതിവൃത്തം, അതിലെ കഥ ഈ 1959 വിമോചന സമരത്തിൻ്റെ പശ്ചാത്തലമാണ്. 57 ഗവൺമെൻറ്റിൻ്റെ അധികാരാരോഹണം, അതിൽ ആവേശം കൊള്ളുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, നാട്ടിൻപുറത്തെ ഒരു ടൈലറാണ് അതിലെ ഈ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം. അതിനെതിരായിട്ട് നടക്കുന്ന വിമോചന സമരം, ആ സമരത്തെ ചെറുക്കാൻ ആ നാട്ടിൻപുറത്ത് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന ഇടപെടൽ, ഇതൊക്കെയാണ് ആ സിനിമയുടെ ഒരു ഇതിവൃത്തം. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ് TV ചന്ദ്രൻ ആ സിനിമക്ക് കൊടുത്ത പേര്. അതുകൊണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് അങ്ങനെ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ചരിത്ര പുസ്തകം എന്നുള്ള നിലയിലാണ് ഡോക്ടർ PM സലീമിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും ഒരു ചരിത്രാന്വേഷണം എന്ന പുസ്തകം പ്രസക്തമായി തീരുന്നത്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരും കാസർകോട്ടെയും കോളേജുകളിൽ അധ്യാപകനായിരുന്നു. ഇപ്പോൾ 1-2 വർഷം മുമ്പാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത്. അദ്ദേഹത്തിൻ്റെ PhD ഗവേഷണ വിഷയമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും എന്നുള്ളത്. കോഴിക്കോട് സർവകലാശാലയിൽ ഡോക്ടർ VV കുഞ്ഞികൃഷ്ണൻ്റെ കീഴിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധമാണ് മലയാളീകരിച്ച് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും ഒരു ചരിത്രാന്വേഷണം എന്ന പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചത്. നേരത്തെ PV ഷാജികുമാറിൻ്റെ, നമ്മുടെ നാട്ടുകാരനായ ഷാജിയുടെ ഈ മരണവംശം എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് അനീഷ് പറഞ്ഞു. ചെറിയ കാലയളവിൽ 8 പതിപ്പുകൾ അതിനിറങ്ങി എന്നുള്ളത്. നോവലുകൾക്ക് അത് വളരെ വേഗം സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, വായനക്ക് കുറച്ചുകൂടി സുഖമുള്ളത്. ചരിത്ര പുസ്തകങ്ങൾക്ക് ഈ കൂടുതൽ പതിപ്പുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. കാരണം അത്രത്തോളം വായനക്കാരെ ആകർഷിക്കുന്ന ഒന്നല്ല ചരിത്ര പുസ്തകം. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ വലിയ നിലയിൽ വിളിച്ച് പറയുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും ചരിത്രാന്വേഷണം എന്ന പുസ്തകത്തിന് ഒരു വർഷത്തിനുള്ളിൽ 2ാം പതിപ്പിറങ്ങി എന്നുള്ളതാണ്. അപ്പം അത് സമീപകാലത്തെ നമ്മുടെ പുസ്തക മാർക്കറ്റിങ്ങിലെ തന്നെ ഒരു അപവാദമായിട്ടുള്ള പ്രവണതയാണ്. ഒരു ചരിത്രകൃതിക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു 2ാം പതിപ്പുണ്ടായി എന്നുള്ളത്. അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൃതിയായിട്ട് ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ സലീമാഷിൻ്റെ ഈ പുസ്തകം മാറിയിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിക, എങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപം, അതിൻ്റെ ഉൽപ്പത്തി, അത് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു രീതി, അതിനെതിരായിട്ട് കമ്മ്യൂണിസത്തിനെതിരായി കേരളത്തിൽ നടന്നിട്ടുള്ള വലിയ പ്രചരണങ്ങൾ, അതിൻ്റെ തുടർച്ചയിൽ കേരളത്തിൻ്റെ ഐക്യ കേരള സംസ്ഥാന രൂപീകരണം, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്, 60 മാസത്തേക്ക് 5 വർഷത്തേക്ക് ഉള്ള കാലയളവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ആയിരുന്നു. പക്ഷേ 28 മാസമേ അതിന് അധികാരത്തിൽ ഇരിക്കാൻ സാധിച്ചുള്ളൂ. ആ 28 മാസത്തിനുള്ളിൽ 1ാം EMS ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലെ വികസനത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടുകൾ, നടപടികൾ, നിയമനിർമ്മാണങ്ങൾ, ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് ആ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉയർന്നു വന്ന വിമോചന സമരം, ആ വിമോചന സമരത്തിൻ്റെ പേരിൽ അന്നത്തെ നെഹ്റു ഗവൺമെൻറ് എങ്ങനെയാണ് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടത്, അത് കേരളീയ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ദേശീയവും സാർവദേശീയവുമായിട്ടുള്ള പശ്ചാത്തലം, ഇതെല്ലാം വളരെ സവിസ്തരം കൃത്യമായ ചരിത്ര രേഖകളുടെ പിൻബലത്തിൽ വിശദീകരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷത. അപ്പം ആ നിലയിൽ വളരെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്, സജീവ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമല്ല, പൊതുവെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന എല്ലാ ആളുകൾക്കും നല്ല നിലയിൽ, നല്ല കൗതുകത്തോടു കൂടി വായിച്ചു പോകാൻ കഴിയുന്ന
കാര്യങ്ങൾ. കാരണം വെച്ചാൽ വായനയ്ക്ക് ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. വളരെ ഗൗരവമായ വായനയാണെങ്കിൽ നമ്മൾ പിന്നെ അത് മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണല്ലോ ദേശാഭിമാനി വായിക്കാൻ നമുക്ക് അധികം താല്പര്യം ഉണ്ടാവുന്നില്ല. നമ്മൾ തന്നെ ചോദിക്കുന്ന അതിലെന്തുള്ളതെന്നാണ്. അതേസമയം മാതൃഭൂമി മനോരമയൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ വേഗം വായിച്ചു പോകാൻ താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം ദേശാഭിമാനിയുടെ ഭാഷ ഒരു പൈങ്കിളി ഭാഷയല്ല, ഇക്കിളിപ്പെടുത്തുന്ന ഭാഷയല്ല. എന്നാൽ മനോരമയും മാതൃഭൂമിയും ഒക്കെ ഒരുതരം ഇക്കിളി ഭാഷ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് അതുകൊണ്ട് ഗൗരവമുള്ള വായന എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ പുസ്തകം കൗതുകവും. കാരണം നമ്മൾ നേരത്തെ പലപ്പോഴും കേട്ടിട്ടുള്ള സംഗതികൾ, പറഞ്ഞിട്ടുള്ള സംഗതികൾ, അതൊക്കെ അതിൻ്റെ പഴയ രേഖകൾ, അതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ, അത് സംബന്ധിച്ച് വന്നിട്ടുള്ള കാർട്ടൂണുകൾ, ഇങ്ങനെ വളരെ സൂക്ഷ്മാംശത്തിലാണ് സലീം മാഷ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ PhDക്ക് വേണ്ടിയിട്ടുള്ള ഗവേഷണ പ്രബന്ധം നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റിക്ക് പുറമെ പല വിഷയങ്ങളിലും ചിലപ്പോൾ സംസ്ഥാനത്ത് തന്നെ പുറത്തുള്ള പരിശോധകർക്കാണ് അത് പരിശോധിക്കാൻ വേണ്ടി നൽകുക. സലീം മാഷയുടെ പുസ്തകം പരിശോധിച്ച അധ്യാപകരിൽ 2 പേർ കേരളത്തിന് വെളിയിലുള്ള വലിയ ചരിത്രാധ്യാപകരായിരുന്നു. പ്രൊഫസർ അനന്ത നായിഡുവും അതുപോലെ സുജേത മഹാജൻ, JNUവിലുള്ള സുജേത മഹാജനും പിന്നെ പ്രൊഫസർ അനന്ത നായിഡുമാണ്. 2 പേരും മാഷയുടെ ആ പ്രബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ് അതിലെടുത്തു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അനന്തനായിഡു രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം അങ്ങനെയാണ്. ഇതിൽ ഈ സമരകാലത്തെ, ഈ വിമോചന സമരകാലത്തെ മുദ്രാവാക്യങ്ങൾ, അതുപോലെ അന്നത്തെ കാർട്ടൂണുകൾ, സാധാരണഗതിയിൽ ഇതൊന്നും അങ്ങനെ ഒരു വലിയ ഗവേഷണ പ്രബന്ധത്തിൽ ചിലപ്പോൾ വരാറില്ല. നമ്മൾ വളരെ സ്ഥൂലമായിട്ട് പോകും. പക്ഷേ ഇവിടെ പിന്നെ അന്നത്തെ പ്രസിദ്ധീകരണങ്ങൾ വന്ന കാർട്ടൂണുകൾ പോലും പഠനവിധേയമാക്കിയത് ഈ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഒരു വലിയ മേന്മയായിട്ടാണ് പ്രൊഫസർ അനന്ത നായിഡു സൂചിപ്പിക്കുന്നത്. സുജാത മഹാജൻ എങ്ങനെയാണ് കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൽപ്പത്തിയും അതിൻ്റെ ആദ്യത്തെ സർക്കാർ രൂപീകരണം, അതിനെതിരായിട്ട് നടന്ന വിമോചന സമരം, ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ വളരെ വസ്തുതാപരം അതേസമയം വായിക്കാൻ രസകരവുമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നെ 9 അധ്യായങ്ങളിലായിട്ടാണ് ഈ പുസ്തകം ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ എന്താണ് ഈ വിമോചന സമരം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള, എന്തുകൊണ്ടാണ് വിമോചന സമരത്തെക്കുറിച്ചുള്ള ഒരു പഠനം പ്രസക്തമായി തീരുന്നത് എന്നുള്ളതാണ് 1ാമത്തെ അധ്യായം. അത് സാധാരണഗതിയിൽ ഈ PhD പ്രബന്ധങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആമുഖം മാത്രമാണ്. പക്ഷെ 2ാമത്തെ അധ്യായം തൊട്ടാണ് ഇതിൻ്റെ ശരിയായ ഉള്ളടക്കം എന്ന് പറയാവുന്നത്. അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടുന്ന ആദ്യ കാല പശ്ചാത്തലം 1ാമത്തെ അധ്യായത്തിൽ അതാണ്. 57 വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്, അതിൻ്റെ ഉൽപ്പത്തിയും അതിൻ്റെ വികാസവുമാണ് പറയുന്നത്. 2ാമത്തെ അധ്യായത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ്. 57 മുമ്പ് നടന്ന ചില തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള സൂചനകൾ, 56 ഐക്യകേരള രൂപീകരണം, 57 1ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മുന്നണികൾ, വിവിധ പാർട്ടികൾ തമ്മിലുള്ള ധാരണകൾ, ആ തെരഞ്ഞെടുപ്പിലെ പിന്നെ വിധി, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് എത്തിയത് ഒക്കെയാണ് 2ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. 3ാമത്തെ അധ്യായത്തിൽ 4ാമത്തെ അധ്യായത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 28 മാസം മാത്രമേ അധികാരത്തിലിരുന്നുള്ളൂ എങ്കിലും എങ്ങനെയാണ് 1ാം EMS ഗവൺമെന്റ് ഈ ആധുനിക കേരളത്തിൻ്റെ അടിത്തറ രൂപീകരിച്ചത്. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു പുതിയ കേരളത്തിലാണ്. അങ്ങനെ ഒരു കേരളം സാധ്യമായത് ഈ 1ാം EMS ഗവൺമെന്റിന്റെ 28 മാസത്തെ വളരെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളിലാണ്. ഏതൊരു വലിയ എടുപ്പിനും, എത്ര നിലകളിലും നമുക്കിന്നിപ്പോൾ എടുപ്പെടുക്കാം, എത്ര നിലകളിലും. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിട്ടാണ് ദുബായിലെ ബുർജിനെ കുറിച്ച് പറയുന്നത്. 124, 125 ഒക്കെ നിലകളുള്ള കെട്ടിടമാകാം. പക്ഷെ ഇതെല്ലാം നിൽക്കണമെങ്കിൽ എന്ത് വേണം? അടിത്തറ, ഫൗണ്ടേഷൻ വേണം. അതിലാണ് ഉറപ്പ് നിൽക്കുന്നത്. അതുപോലെ ലോകത്തിന് മുന്നിൽ ഇന്നിപ്പോൾ കേരളം നമ്പർ 1 ആണ്, ഒരു ആധുനിക കേരളം. പക്ഷെ ഈ ആധുനിക കേരളമായിട്ട് നമ്മൾ എങ്ങനെയാണ് മാറിയത്? പഴയ കാലത്ത് ഒരു 100 കൊല്ലം മുമ്പ് കേരളത്തെ കുറിച്ചിട്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് നിങ്ങൾക്ക് എന്തേ പ്രാന്താണോ എന്നാണ്. കേരളം ഭ്രാന്താലയം, വിവേകാനന്ദ സ്വാമി എന്ന് നമ്മൾ പലപ്പോഴും എഴുതി വെക്കുന്നത് അങ്ങനെയാണ്. ആ അവസ്ഥയിൽ നിന്ന്
ഇന്നിപ്പോൾ ലോകത്തിന് മാതൃകയായി തീർന്ന ഒരു വികസന മോഡലാണ് കേരളം. ഡോക്ടർ അമർത്യ സെന്നിനെ പോലുള്ള ആളുകൾ കേരളത്തെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഇത് കേരള മോഡൽ ഡെവലപ്മെന്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് എന്നാണ്. കേരള മാതൃകയിലുള്ള വികസനം ഒരു അനുഭവമാണ് എന്നാണ്. വലിയ സമ്പത്തുൽപാദനമില്ലാതെ തന്നെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതത്തിന് പോലും ഉയർന്ന നിലവാരം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ 28 മാസം മാത്രം അധികാരത്തിലുണ്ടായിരുന്ന ഒന്നാം EMS ഗവൺമെന്റ്. ആ ഭരണപരിഷ്കാരങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഈ പുസ്തകത്തിന്റെ 4ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ അന്ന് വരെ ഈ ഭ്രാന്താലയ സമാനമായ ഒരു കേരളത്തിൽ അന്നത്തെ ജാതി ജന്മി നാടുവാഴുത്ത വ്യവസ്ഥയുടെ മാറാല കെട്ടിയ ആചാരങ്ങൾക്കും ശീലങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചു വന്നിരുന്നൊരു സമൂഹം EMS ഗവൺമെന്റിന്റെ കാലത്തോടുകൂടി കുതറി മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ കുതറി മാറി ഈ ഭരണ നടപടികളൊക്കെ അവർക്കൊരു പുതിയ അന്തസ്സ് രൂപപ്പെടുത്തി കൊടുത്തപ്പോൾ അതുവരെ ഈ നിസ്വവർഗത്തെ ചൂഷണം ചെയ്തു വന്നിരുന്ന അധികാരി വർഗം അവർ അസ്വസ്ഥരാകാൻ വേണ്ടി തുടങ്ങി. അവരുടെ അധികാരം നഷ്ടപ്പെടുകയാണ്, അവരുടെ ഭൂക്കുത്തക നഷ്ടപ്പെടുകയാണ്, അവരുടെ അളവറ്റ തോതിലുള്ള ചൂഷണവും സമ്പത്തും നഷ്ടപ്പെടുകയാണ്. സർവ്വ അധികാരവും നിയന്ത്രിച്ചിരുന്ന അവരുടെ ഈ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരങ്ങൾ ഇല്ലാതാവുകയാണ്. നാട്ടിലെ ഈ സാധാരണ മനുഷ്യൻ നിവർന്നു നിൽക്കാൻ തുടങ്ങുകയാണ്. അത് ഈ അധികാരി വർഗത്തെ വലിയ നിലയിൽ അസ്വസ്ഥരാകാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ഏകീകരണം ഉണ്ടായത്? അത് ലോകത്തെങ്ങനെ തുടങ്ങി എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലേക്കും ചരിത്രപരമായ പരിശോധനയിലൂടെ സലീം മാഷ് എത്തിക്കുന്നത്. 5ാമത്തെ അധ്യായം അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ഏകീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഈ നടപടികൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ EMSഉം ഗവൺമെന്റും ഇങ്ങനെ നടപടികൾ എടുത്ത് ഈ തൊഴിലാളികളെയും കർഷകരെയും പണിയെടുക്കുന്ന മനുഷ്യനെയും എല്ലാം ചേർത്ത് പിടിച്ചു പോവുകയാണെങ്കിൽ തങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ല എന്ന് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അധികാരം നഷ്ടപ്പെട്ടു തുടങ്ങിയ അധികാരി വർഗം, ജാതി സാമുദായിക ശക്തികൾ, പിന്തിരിപ്പൻ പ്രതിലോമ ഫോറങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു വിമോചന സമരത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് 6ാമത്തെ അധ്യായത്തിൽ വിമോചന സമരമായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ച് പോകുന്നത്. 7ാമത്തെ അധ്യായം ഈ സമരത്തിന്റെ പേര് പറഞ്ഞിട്ട്, കേരളത്തിൽ നടന്നു വന്ന സമരത്തിന്റെ പേര് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഏറ്റവും വലിയ ജനാധിപത്യവാദി എന്ന് ഇപ്പോഴും നമ്മളെല്ലാം വിശേഷിപ്പിക്കാറുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കേന്ദ്ര സർക്കാർ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ കേന്ദ്ര ഇടപെടലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് 7ാമത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. 8ാമത്തെ അധ്യായം ഈ അധ്യായങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളുടെ ഒരു ക്രോഡീകരണം കമ്മ്യൂണിസ്റ്റ് കപ്പലും ചെപ്പ് തുറന്ന കൊടുങ്കാറ്റും എന്ന തലക്കെട്ടിൽ വിശദീകരിച്ചിരിക്കുന്നു. 9ാമത്തെ അധ്യായം 1ാമത്തെ പതിപ്പിൽ ഇല്ലാതിരുന്നതും കുറച്ചുകൂടി വിശദാംശങ്ങളോടുകൂടി ഈ ഇപ്പോഴ് നമ്മുടെ നാട്ടിൽ ഈ വിശ്വാസം, മതം, അതുപോലെ പള്ളി, രാഷ്ട്രീയം, പാർട്ടി ഇതെല്ലാം ചേർന്നിട്ടുള്ള വളരെ സങ്കീർണമായ ഒരു സാഹചര്യം വരികയാണ്. ഇപ്പോൾ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചർച്ചകൾ വല്ലാതെ കൊടുമ്പിരി കൊണ്ട് വരികയും ചെയ്യുകയാണ്. ഈ പള്ളിയും പാർട്ടിയും വിശ്വാസവും പാർട്ടിയും എന്ന പ്രശ്നത്തിൽ എങ്ങനെയാണ് പഴയ സാമുദായിക ശക്തികൾ എടുത്തിരുന്ന നിലപാട് ഇന്നിപ്പോൾ അതെങ്ങനെ മാറി മറിയുന്നു? ഇത്തരം ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് 9ാമത്തെ അധ്യായമുള്ളത്. ഇതുവരെയൊക്കെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിശദീകരിച്ചതുപോലെ ചരിത്രപരമായ വസ്തുതകളും വിശദീകരണങ്ങളുമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൽ നമുക്ക് വളരെ കൗതുകപൂർവ്വം നോക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം കിട്ടിയാൽ നിങ്ങൾ ഈ പറഞ്ഞ ഞാനിപ്പോൾ ചെയ്തതുപോലെ 1ാമത്തെ അധ്യായം മുതലല്ല തുടങ്ങേണ്ടത്. നമ്മൾ സാധാരണ 1ാമത്തെ അധ്യായത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് പറയുക. പക്ഷേ ഈ പുസ്തകം കിട്ടിയാൽ അതിൻ്റെ വായനയിലേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പുസ്തകം പിറകുന്ന് മറിച്ച് തുടങ്ങണം. പിറകുന്നാണ് മറിച്ച് തുടങ്ങേണ്ടത്. ഇതിൻ്റെ അനുബന്ധം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആ അനുബന്ധമാണ് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മളിങ്ങനെ പലപ്പോഴും കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ പോയിട്ടുള്ളതായിരിക്കാം. അന്നത്തെ പഴയ കാലത്തെ കുറേ ചിത്രങ്ങൾ, ഈ 40കളിലും 50കളിലെയും കുറേ ചിത്രങ്ങൾ, അന്നത്തെ പത്രങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റുകൾ, അതുപോലെ അന്ന് പത്രങ്ങളിലും മറ്റും വന്ന മറ്റു പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്ന കാർട്ടൂണുകളുടെ കോപ്പികൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള വളരെ കൗതുകമുണർത്തുന്നതും എന്നാൽ ചരിത്രാന്വേഷണത്തിലേക്ക് നമുക്ക് വെളിച്ചം വീശുന്നതുമായ ഗൗരവമായിട്ടുള്ള ഒരു പഠനം. ആ നിലയിലെല്ലാമാണ്
ഈ പുസ്തകം വളരെ പ്രസക്തമായി തീരുന്നത് ഇത് ഒരു ഗൗരവമായ പഠനത്തിന് പോകുന്നു. എന്നാൽ ഇതിലെ ഇതിങ്ങനെ വലിയ പഴയ ചരിത്രം ഇങ്ങനെ വായിച്ചു പോവുക എന്നുള്ളതല്ല. പക്ഷെ ഇതിലെ പല കാര്യങ്ങളും നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയവും ജീവിതവുമായിട്ട് കൂടി ചേർത്ത് പിടിച്ചു പോകേണ്ട ഒന്നായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ വിശ്വാസവും പാർട്ടിയും രാഷ്ട്രീയവും എങ്ങനെ ചേർന്ന് പോകും. വലിയ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പം മാത്രമല്ല, കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനത്തെ തന്നെ, അങ്ങനെ ഒരു ആദർശത്തെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സാമുദായിക ശക്തികൾ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിട്ട് അതിൻ്റെ 2ാം പതിപ്പിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ 1ാം പതിപ്പിലില്ലാത്തൊരു വാചകം മാർക്സും എംഗൽസും ചേർക്കുന്നത്. 1848 മാർക്സും എംഗൽസും ചേർന്ന് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സംഘടന, അതാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ്. ആ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പ്രവർത്തന പദ്ധതിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് മാർക്സിന് 30 വയസ്സും എംഗൽസിന് 28 വയസ്സുമാണ് പ്രായം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു DYFI പ്രവർത്തനമൊക്കെ നടക്കുന്ന പ്രായമാണ്. ആ പ്രായത്തിലാണ് മാർക്സും എംഗൽസും കൂടി, അവർ മരിച്ചിട്ടും 1.5 നൂറ്റാണ്ടിനിപ്പുറം ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള പുസ്തകങ്ങളിൽ ഒന്നായിട്ട് 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകങ്ങളെ കുറിച്ചിട്ട് 20ാം നൂറ്റാണ്ട് അവസാനിച്ച വർഷം 2000 ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി BBC ഒരു സർവേ നടത്തുകയുണ്ടായി. 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകങ്ങൾ. അതിൽ 1ാം സ്ഥാനത്ത് നിശ്ചയം ബൈബിളായിരുന്നു. 2ാം സ്ഥാനത്ത് വന്നത് ഈ ബൈബിളിൻ്റെ നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു എന്നുള്ളതാണ്. ചെറിയ പുസ്തകമാണ്. നമ്മളോടെല്ലാം ആളുകൾ പറയുന്നത് ഈ കമ്മ്യൂണിസം തീർന്നു, നിങ്ങൾ സോവിയറ്റ് യൂണിയൻ പോയില്ലേ എന്നൊക്കെയാണ്. പക്ഷെ അപ്പോഴാണ് ആ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദശകം കഴിഞ്ഞ് ആ 20ാം നൂറ്റാണ്ട് അവസാനിച്ചപ്പോൾ 20ാം നൂറ്റാണ്ടിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകമായിട്ട്. ഇത് അവിടെ നിന്നില്ല. 20ാം നൂറ്റാണ്ടിലെ ഒരു കൗതുകമായിട്ട് അവസാനിച്ചില്ല. 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലാണ് ലോക മുതലാളിത്തം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. 2008 അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടത്. അവിടെ ജനങ്ങൾ വലിയ സമരത്തിനിറങ്ങിയത്. ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് എന്നായിരുന്നു ആ സമരത്തിൻ്റെ മുദ്രാവാക്യം. അമേരിക്കയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ആ സാമ്പത്തിക തകർച്ച നേരിട്ടപ്പോൾ ജനങ്ങൾ സമരത്തിനിറങ്ങിയിട്ട് ആ സാമ്പത്തിക തലസ്ഥാനം വാൾ സ്ട്രീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ സമര മുദ്രാവാക്യം. ആ സമരകാലത്ത് മാതൃഭൂമി പത്രത്തിൽ ഈ പെട്ടിക്കോളത്തിലൊരു വാർത്ത വന്നു. ഇങ്ങനെ കൗതുകമുള്ള വാർത്തകളാണ് പത്രങ്ങളിൽ പെട്ടിക്കോളായിട്ട് വരിക. ആ വാർത്തയുടെ തലക്കെട്ട് ഇതായിരുന്നു: ആളുകൾ മൂലധനം അന്വേഷിച്ച് ലൈബ്രറികളിലേക്കും പുസ്തകശാലകളിലേക്കും പോകുന്നു. അമേരിക്കൻ സമ്പദ്ഘടന പ്രതിസന്ധി നേരിട്ടപ്പോൾ അതിനെതിരായിട്ട് ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ അവിടുത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിസന്ധി മറികടക്കണം. അതിനെന്താണ് വഴി? അത് മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ അമേരിക്കയിലെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഉപദേശകന്മാരും അവിടുത്തെ മുതലാളിത്ത വ്യവസ്ഥയുടെ കാവൽക്കാരുമായിട്ടുള്ള സാമ്പത്തിക പണ്ഡിതന്മാർ പോയത് മാർക്സിൻ്റെ പുസ്തകങ്ങളിലേക്കായിരുന്നു. അങ്ങനെ മാർക്സിൻ്റെ പുസ്തകങ്ങൾ അന്വേഷിച്ചിട്ട് 2008 അമേരിക്കയിൽ ഈ പ്രതിസന്ധിയുടെ കാലത്ത്, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് വലിയ നിലയിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് 20ാം നൂറ്റാണ്ടിൽ ഈ സോവിയറ്റ് വിപ്ലവമൊക്കെ നടന്ന ഒരു നൂറ്റാണ്ടിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിറ്റുപോയത് കൊണ്ട് 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകങ്ങൾ അത് വന്നു എന്നുള്ള മാത്രം നമ്മൾ നിൽക്കേണ്ടതില്ല. ഇത് അസ്തമിച്ചു, കമ്മ്യൂണിസം അസ്തമിച്ചു ലോകത്ത് എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ മാർക്സിൻ്റെ കൃതികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുള്ള പുസ്തകങ്ങൾ പോകുന്നു. പക്ഷേ ഈ 48 ഈ ആദ്യത്തെ പതിപ്പിറക്കിയിട്ട് കഴിയുമ്പോഴേക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആദ്യത്തെ പതിപ്പിറങ്ങി കഴിയുമ്പോഴേക്ക് തന്നെ യൂറോപ്പിൽ, കാരണം ഇവർ ജർമ്മൻ ഭാഷയിലാണ് ആദ്യം ഇത് ഇറക്കുന്നത്, ഒട്ടും വൈകാതെ തന്നെ ഇംഗ്ലീഷിലേക്ക് അത് പരിഭാഷപ്പെടുത്തി വന്നു. യൂറോപ്പായിരുന്നു അവരുടെ പ്രവർത്തന കേന്ദ്രം പ്രധാനമായിട്ടും. അതുകൊണ്ട് യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളിലും തൊഴിലാളികൾ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അടിസ്ഥാനമാക്കി സംഘടിക്കുകയും വലിയ മുന്നേറ്റങ്ങൾ വരികയും ചെയ്തപ്പോൾ അവിടുത്തെ മതപൗരോഹിത്യത്തിന്, മതപൗരോഹിത്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ മതപൗരോഹിത്യം ക്രിസ്തീയ മതപൗരോഹിത്യമാണ്. അവരാണ് സർവ്വതും നിയന്ത്രിച്ചിരുന്നത്. പോപ്പും ഈ മാർപ്പാപ്പ എന്ന് വിളിക്കുന്ന പോപ്പും അവരുടെ അനുചര വൃന്ദവുമാണ് യൂറോപ്പിലെ ഭരണ സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്ന് തൊഴിലാളികൾ സംഘടിച്ച് വലിയ നിലയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസം ദൈവനിരാസമാണ്, ഇത് മതനിഷേധപരമാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ
യൂറോപ്പിലെ മതപൗരോഹിത്യം കമ്മ്യൂണിസത്തിനെതിരെ പ്രചരണം ആരംഭിച്ചു. അതുകൊണ്ട് അതിൻ്റെ രണ്ടാം പതിപ്പ് ഇറക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ, കാരണം അവർ അവിടുത്തെ മതപൗരോഹിത്യം അങ്ങനെയാണ് ഇതിനെ ആക്ഷേപിച്ചത്. എന്തോ ഒരു നമ്മൾ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാറുണ്ടല്ലോ, ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുമ്പം കുസൃതിയൊക്കെ കാണിക്കുമ്പം ഇപ്പം ഏത് വരും, ഭൂതം വരും എന്ന് വന്നിട്ട് പേടിപ്പിക്കാറുണ്ടല്ലോ. അതുപോലെയാണ് യൂറോപ്പിലെ ഈ ക്രിസ്തീയ മതപുരോഹിതന്മാർ അവിടുത്തെ ആളുകളെ പേടിപ്പിച്ചത്. ഇതാ ഭൂതം വരുന്നു, കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഭൂതം വരുന്നു എന്നാണ്. ഇതേ വാചകമാണ് മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ രണ്ടാം പതിപ്പിൽ അതിന്റെ ആമുഖത്തിൽ ഉദ്ധരിക്കുന്നത്. യൂറോപ്പിനെ പിടികൂടാൻ ഒരു ഭൂതം വരുന്നു എന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്, മത പൗരോഹിത്യം ഉന്നയിക്കുന്നത് എന്ന വാചകം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അന്ന് തൊട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഉത്ഭവകാലം തൊട്ട് തന്നെ ഈ മതപൗരോഹിത്യത്തെ സംബന്ധിച്ചത് സാധാരണ മതവിശ്വാസികൾക്കല്ല, മറിച്ച് മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ അധികാരം മുഴുവൻ കൈയടക്കി വെച്ച പൗരോഹിത്യ വർഗത്തെ സംബന്ധിച്ചിടത്തോളം, അധികാരി വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിസ്റ്റ് ആദർശം ഒരു വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഇക്കാലം അത്രയും ഇങ്ങനെയെല്ലാം വലിയ മുന്നേറ്റം കമ്മ്യൂണിസം നടത്തിയിട്ടും ഇപ്പോഴും ഈ വിശ്വാസവും കമ്മ്യൂണിസവും തമ്മിൽ വലിയ പ്രശ്നം നിൽക്കുകയാണ്. അത് പക്ഷേ വലിയ നിലയിൽ മാറി വന്നിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞാൽ സാധാരണ മതവിശ്വാസികൾക്ക് ഈ കമ്മ്യൂണിസം ഒരു പ്രശ്നമേ അല്ല. സാധാരണ മതവിശ്വാസികളായ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം, അധ്വാനിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിമോചനത്തിനുള്ള, അവന്റെ അന്തസ്സായ ജീവിതത്തിനുള്ള വലിയ മാർഗദർശി ഈ കമ്മ്യൂണിസമാണ് എന്നവർ കരുതുകയാണ്. അതുകൊണ്ടാണ് ഇത്രമേൽ ഈ 1.5 നൂറ്റാണ്ട് കാലമായി ഈ അധികാരവും സമ്പത്തും പദവികളും എല്ലാം ഉള്ള അധികാരി വർഗവും മതപൗരോഹിത്യവും ഇത്രമേൽ ശ്രമിച്ചിട്ടും ലോകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികൾ ഇപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇപ്പോൾ ഇതെല്ലാം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പൊ ലോക ജനസംഖ്യ ഏതാണ്ട് 800 കോടിയാണ്. ഇപ്പൊ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുമായിട്ട് ഈ 800 കോടിയിൽ ഏതാണ്ട് 170-180 കോടി ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയോ അതല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള പാർട്ടികളോ ആണ് ഭരണത്തിലിരിക്കുന്നത്. ഇന്ന് ഉള്ള പരിപാടി നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും ഇന്നത്തെ പത്രങ്ങളിൽ വന്നൊരു വാർത്ത മിനിഞ്ഞാന്ന് ഞായറാഴ്ച ഉറുഗ്വേയിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെതാണ്. 10 വർഷത്തിന് ശേഷം ഉറുഗ്വേയിൽ ഒരു ഇടതുപക്ഷക്കാരൻ അവിടുത്തെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1.5 മാസം മുമ്പാണ് ശ്രീലങ്കയിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ അനുരാഗ് കുമാര ദിസനായകെ എന്ന് പറയുന്ന അവിടുത്തെ ജനതാ വിമുക്തി പെരുമനയുടെ നേതാവ്, മാർക്സിസം ലക്ഷ്യമായിട്ട് ദർശനമായി പ്രഖ്യാപിച്ചിട്ടുള്ള, സോഷ്യലിസം ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പാർട്ടി, അതിന്റെ നേതാവ് പ്രസിഡന്റായി. തൊട്ടുപിറകെ അവിടെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. നേരത്തെ 2019 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 3% വോട്ടും 2 സീറ്റും മാത്രം കിട്ടിയ പാർട്ടിയാണ് ശ്രീലങ്കയിൽ ജനതാ വിമുക്തി പെരുമന എന്ന അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കക്ഷി. അവരാണിപ്പോൾ അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. രാവണന്റെ നാട്ടിൽ വന്നതുപോലെ സീതയുടെ നാട്ടിലും, സീതാദേവിയുടെ നാട്ടിലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നേപ്പാളിൽ അവിടുത്തെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ രാവണന്റെ നാട്ടിലും ഇടതുപക്ഷം വന്നു, സീതാദേവിയുടെ നാട്ടിലും വന്നു. ഇനി ആരുടെ നാട്ടിലും കൂടി വരണം? രാമന്റെ നാട്ടിലും കൂടി വരണം. രാമന്റെ നാട് അയോധ്യ ഉൾക്കൊള്ളുന്നത് നമ്മുടെ നാടാണ്. അവിടെയും വരാനുള്ള വലിയ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിശ്വാസത്തെ ഇങ്ങനെ എടുത്തിട്ടുള്ള ഒരു നിലപാട് പലപ്പോഴും വലിയ നിലയിൽ വന്നിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു വലിയ വിശദീകരണങ്ങൾ ഇതിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തീയ മതപൗരോഹിത്യം എങ്ങനെയാണ് അന്ന് തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭൂതം പിടികൂടാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് എതിർത്തത് തുടങ്ങിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് ഈ മാർപ്പാപ്പമാരുടെ, നാളിതുവരെയുള്ള മാർപ്പാപ്പമാരുടെ എത്രയോ ലേഖനങ്ങൾ അവർ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു വ്യാഴവട്ടം കൂടുമ്പോഴൊക്കെ ഈ ചാക്രിക ലേഖനങ്ങൾ പുറപ്പെടുവിക്കും. ഇതിനെതിരായിട്ട് മാത്രം അങ്ങനെയുള്ള എത്രയോ ചാക്രിക ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അത് തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ആ നിലപാടുകളിൽ വലിയ മാറ്റം ഇപ്പോൾ ഉണ്ടാവുകയാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ വളരെ
പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച 2020 ഒക്ടോബർ 3-നാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹമാണ് ഒരു ചാക്രിക ലേഖനം ഫ്രസ്റ്റെല്ലി തുത്തി എന്നാണ് അതൊരു പിന്നെ അവരുടെ ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ്. സഹോദരർ സർവരും എന്നാണ് അതിന് മലയാളത്തിൽ അർത്ഥം കൊടുക്കാൻ വേണ്ടി കഴിയുക. എല്ലാവരും സഹോദരരാണ് എന്ന് 2020 ഒക്ടോബർ 3-ന് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ പറയുകയാണ്. അപ്പൊ നിങ്ങൾ കാണുക, 2020 ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതത്തിന്റെ മേധാവി ഇങ്ങനെ എല്ലാവരും സഹോദരരാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെയും ഒരു 300-400 കൊല്ലം മുമ്പാണ് വിക്ടർ യൂഗോ പാവങ്ങൾ എഴുതിയത്. ആ പാവങ്ങളിൽ ഈ കള്ളൻ അവസാനം പള്ളിയിലെ പൊൻകുരിശ് തന്നെ മോഷ്ടിച്ച് പിടിച്ചുകൊണ്ട് വന്നു. പോലീസ് അച്ഛൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ പോലീസുകാരൻ ഭയങ്കര സന്തോഷത്തിലാണ്. അന്ന് അധികാരി ഇവരാണല്ലോ, പുരോഹിതന്മാരാണല്ലോ. ഈ പള്ളിയിലെ പൊൻകുരിശ് മോഷ്ടിച്ച കള്ളനെ പിടിച്ചുകൊണ്ട് നല്ല സമ്മാനമൊക്കെ കിട്ടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്ഛൻ പോലീസുകാരനോട് ചോദിക്കുന്നത്, നിന്നോട് ആര് പറഞ്ഞു ഇവൻ മോഷ്ടിച്ചതാണെന്ന്, ഇവൻ കട്ടുകൊണ്ടുപോയതാണെന്ന്? അപ്പോൾ പോലീസുകാരൻ ആകെ വിഷണനാവും. പിന്നെ ഇതെങ്ങനെയാ പള്ളിയിലെ കുരിശ് ഇവന്റെ കയ്യിൽ, ഈ കള്ളന്റെ കയ്യിൽ എത്തിയത്? അച്ഛൻ പറയുന്നത്, ഞാൻ അവന് സമ്മാനം കൊടുത്തതാണ്. സമ്മാനം കൊടുക്കാൻ ഈ കള്ളൻ അച്ഛന്റെ ആരാണ് എന്നാണ് പോലീസുകാരന്റെ പരുഷമായ ചോദ്യം. അച്ഛൻ പറയും, അവൻ എൻ്റെ സഹോദരൻ എന്നാണ്. അതാണ് പാവങ്ങൾ എന്ന പേരിൽ നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിൽ ഇറക്കിയത്. അതിറക്കിയ കാലത്താണ് ഇവിടെ നാരായണ ഗുരു മനുഷ്യനൊന്നാണ് എന്നുള്ള വലിയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതത്തിൻ്റെ ഈ അപ്പോസ്തലൻ പറയുന്നത് നമ്മളെല്ലാം സഹോദരരാണ് എന്നുള്ള വലിയ നിലയിൽ. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പല നിലപാടുകളും വളരെ വിമോചനപരമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് വലിയ നിലയിൽ സ്വീകരിക്കപ്പെടേണ്ട ഒന്നാണ്. വലിയ മാറ്റം തന്നെ ഇപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉറുഗ്വേയിലും ബ്രസീലിലും കൊളംബിയയിലും അതുപോലെ ബൊളീവിയയിലും ചിലിയിലും ഒക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. ഇതെല്ലാം വൻതോതിൽ ക്രിസ്തീയ മതവിശ്വാസികളുടെ കേന്ദ്രമാണ്. അങ്ങനെ വരുന്നതിൽ വലിയ നിലയിൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെയുള്ള പൗരോഹിത്യത്തിന്റെ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന ആളുകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് സ്വീകരിക്കുന്ന നിലപാട് കൂടി അതിന് പിൻബലമായിട്ടുണ്ട്. ഇപ്പൊ വെനസ്വേലയിൽ തുടർച്ചയായിട്ട് ഇടതുപക്ഷ നിലപാടുകളിലും ക്യൂബയുമായിട്ട് ചേർന്ന് പോകുന്ന ഇടതുപക്ഷ നിലപാടുള്ളവർ വരികയാണ്. അമേരിക്ക വൻതോതിൽ എതിർത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ എല്ലാം പിന്നിൽ അത് ഈ മതപൗരോഹിത്യത്തിന്റെ നിലപാടുകളിലുള്ള മാറ്റം വിശ്വാസി സമൂഹത്തെ വലിയ നിലയിൽ സ്വാധീനിക്കും എന്നുള്ളത് ഒരു വലിയ അത്. പക്ഷേ ഇങ്ങനെ സ്വീകരിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ ഈ പൗരോഹിത്യത്തിന്റെ പേരിൽ അധികാരം കൈയാളുന്ന വർഗം ഇതാകെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ നിലപാടുകൾ ഇങ്ങനെ പൊതുവായിട്ട് അദ്ദേഹം പുറപ്പെടുവിക്കുമ്പോഴും അതിനകത്ത് തന്നെ ഒരുപാട് എതിർ ശബ്ദങ്ങളുണ്ട്. അമ്മാതിരി എതിർ ശബ്ദങ്ങൾ നല്ലതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നാണ് കേരളത്തിലെ ക്രിസ്തീയ മതപൗരോഹിത്യം എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു ക്രിസ്ത്യൻ മാർക്സിസ്റ്റ് ഡയലോഗുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ ഗൗരവമായിട്ടുണ്ട് എന്നുള്ളത് കാണേണ്ട ഒന്നാണ്. അപ്പോൾ എത്രമാത്രം ഗൗരവമായ നിലയിലാണ് നമ്മൾ ഈ വിഷയങ്ങളെ സമീപിക്കേണ്ടത് എന്ന്. പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ ഇത്രയേറെ ചെയ്ത ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി സാധിച്ചു? നേരത്തെ പറഞ്ഞ ആധുനിക കേരളത്തിന്റെ ഫൗണ്ടേഷൻ ഇട്ടവരാണ്. ചവിട്ടി നിൽക്കാൻ എല്ലാവർക്കും ഭൂമിയിൽ അവകാശം നൽകിയത് ആ ഗവൺമെന്റാണ്. പക്ഷെ എന്നിട്ടും ഈ ഇതിന്റെ എല്ലാം ഗുണഫലം ലഭിച്ച ആളുകളെ തന്നെ എങ്ങനെയാണ് ഈ ജാതി മത വലതുപക്ഷ ശക്തികൾക്ക് അന്നത്തെ EMS ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരത്തിൽ അണിനിരത്താൻ വേണ്ടി കഴിഞ്ഞത്? കേരളത്തിന്റെ രാഷ്ട്രീയം പിന്നീട് നേരിടുന്ന എല്ലാ ഇപ്പം നമ്മൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ വർഗീയ ശക്തികളുടെ സാമുദായിക ശക്തികളുടെ സ്വാധീനം നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ ജനവിധിയിൽ പോലും വരുന്നതിൻ്റെ പ്രശ്നം 2024 കേരളത്തിൽ പോലും ചർച്ച ചെയ്യാൻ ഇടയാകുന്ന പ്രശ്നം ഈ 1958 സമരത്തിന്റെ ഈ അട്ടിമറി സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ദൗർഭാഗ്യകരമായ ഒരു സംഗതി നമ്മൾ കാണേണ്ടത് ഈ സമരത്തിന് കൊടുത്ത പേര് വിമോചന സമരം എന്നാണ്. വിമോചനം എന്ന വാക്ക് ലിബറേഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥമായിട്ടാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്.
അത് പോസിറ്റീവ് അർത്ഥമുള്ള ഒരു സംഗതിയാണ്. ലിബറേഷൻ എന്ന് പറയുന്നത്, വിമോചനം എന്ന് പറയുന്നത്, ലിബർട്ടി എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. ആ ലിബറേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ മനുഷ്യന്റെ അന്തസ്സായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വിമോചനമായി തീരേണ്ടതാണ്. അങ്ങനെ മനുഷ്യന്റെ അന്തസ്സായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നടപടി, മനുഷ്യന് ഭൂമിയിലുള്ള അവകാശം, അവന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, തൊഴിലെടുക്കാനുള്ള അവകാശം, തൊഴിലെടുത്താൽ ന്യായമായ വേതനം ലഭിക്കാനുള്ള അവകാശം, ഇങ്ങനെ മലയാളിക്ക് അന്തസ്സായ ജീവിതത്തിനുള്ള അവകാശങ്ങളെല്ലാം നൽകിയ ഭരണപരിഷ്കാരങ്ങൾ സ്വീകരിച്ച ഗവൺമെന്റാണ് EMS ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് വിമോചനം ഉണ്ടാക്കിയത്. അതുവരെ ഈ ജാതി സമ്പ്രദായത്തിന്റെയും സാമുദായിക ഭ്രാന്തിന്റെയും നമ്മുടെ നാടുവാഴിത്ത വ്യവസ്ഥയുടെയും ഒക്കെ അടിമ സമാനമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യനെ വിമോചിപ്പിച്ചത് ഒന്നാം EMS ഗവൺമെന്റാണ്. പക്ഷെ ആ ഗവൺമെന്റിനെതിരെ നടന്ന അട്ടിമറി സമരത്തിനാണ് പക്ഷേ നമ്മുടെ നാണയവൽക്കരണത്തിൽ ഈ പേര് വന്നത്, ഇത് വിമോചന സമരം എന്നുള്ള പേര് വന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്, അട്ടിമറി സമരം എന്നാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അന്ന് തൊട്ട് ഇന്നേ വരെ ഈ ഇടതുപക്ഷ വിരുദ്ധ അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ സ്വാധീനം മാധ്യമങ്ങൾക്കുണ്ട്. ആ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ഈ മാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ ഇടതുപക്ഷ വിരുദ്ധ അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ പ്രവർത്തിച്ചത് എന്നുള്ളത്, അതിൻ്റെ തീയതി, പ്രസിദ്ധീകരണത്തിൻ്റെ പേര്, അതിൻ്റെ ഉള്ളടക്കം സഹിതം തന്നെ സലീം മാഷ് വിശദീകരിച്ച് പോകുന്നുണ്ട്. 1958 ജൂലൈ മാസത്തിലാണ് ഈ ഒന്നാം EMS ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമരത്തിൽ പനമ്പള്ളി ഗോവിന്ദമേനോനാണ്, അന്നത്തെ പഴയ തിരുകൊച്ചിയിലെ കോൺഗ്രസിന്റെ പ്രാമാണികനായ നേതാവായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോനാണ് വിമോചന സമരം എന്നുള്ള പ്രയോഗം ആദ്യമായിട്ട് നടത്തുന്നത്. അത് പിന്നെ അങ്ങ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ വിമോചന സമരത്തിലേക്ക് എങ്ങനെയാണ് ഈ സാമുദായിക ശക്തികൾക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞത്? അത് യഥാർത്ഥത്തിൽ 57 ഈ ഗവൺമെന്റ് EMS ഗവൺമെന്റ് വന്നപ്പോൾ തുടങ്ങിയ ഒന്നല്ല. നമ്മൾ ഇന്നിപ്പോൾ കേരളം ഒരു ഐക്യ കേരളമാണ്. പക്ഷെ നേരത്തെ നമ്മൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അതിലൊന്നും പെടാതെ നമ്മൾ കാസർഗോഡുകാരും പലതായി പിരിഞ്ഞിരിക്കുന്ന കാലമായി. ഇപ്പോൾ ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ വിലപേശലിന് വേണ്ടി, ബാർഗെയിനിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന ഈ സാമുദായിക ശക്തികളിൽ പലതിനും തിരുവിതാംകൂറിൽ രാജഭരണകാലം തൊട്ട് തന്നെ സ്വാധീനമുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ SNDP യോഗമായാലും നായർ സർവീസ് സൊസൈറ്റി ആയാലും യോഗക്ഷേമ സഭയായാലും ഇങ്ങനെ പലതരത്തിലുള്ള സാമുദായിക സംഘങ്ങളെല്ലാം രൂപം കൊണ്ടത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള സാമുദായിക സംഘങ്ങളായിട്ടല്ല, വിമോചന സംഘടനകളായിട്ടാണ്. തീയന്മാര് മാത്രമായിരിക്കാനല്ല നാരായണഗുരുവും കുമാരനാശാനും മുൻകൈ എടുത്തിട്ട് SNDP യോഗം ഉണ്ടായത്. അവർ ഈ കള്ളിയത്ത് പോലെയുള്ള അപരിഷ്കൃതമായ തൊഴിലിൽ നിന്ന് മാറ്റിയെടുത്ത് അവരെ പുരോഗമിപ്പിക്കാൻ. അതുകൊണ്ട് SNDP യോഗം രൂപീകരിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം 1904 കൊല്ലത്ത് വിളിച്ചു ചേർത്തപ്പോൾ നാരായണഗുരു നടത്തിയത് കേരളത്തിലെ ആദ്യത്തെ വ്യാവസായിക പ്രദർശനമാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രദർശനം, നമ്മളിപ്പോൾ എക്സിബിഷൻ എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നാരായണഗുരുവാണ്. SNDP യോഗത്തിന്റെ വാർഷിക സമ്മേളനത്തിനാണ് എങ്ങനെ കയർ മേഖലയിൽ യന്ത്രവൽക്കരണം നടപ്പിലാക്കാം, അതിന്റെ സംവിധാനങ്ങൾ, പുതിയ പുതിയ ജീവിതം. കാരണം കള്ള് ചെത്ത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പോരല്ലോ, നാരായണഗുരു അത് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞാൽ പോരാ, പകരം എന്ത് ജീവിതോപാധി കൊടുക്കും? അതുകൊണ്ടാണ് SNDP യോഗത്തിന്റെ വാർഷിക സമ്മേളനത്തിന് നാരായണഗുരു ഈ വ്യാവസായിക പ്രദർശനം, മറ്റ് ജീവിതോപാധികൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചത്. അവിടെ തീയന്മാരെ ഈഴവന്മാരാക്കാനല്ല, മറിച്ച് അവർക്ക് പുതിയ തൊഴിൽ മേഖലകൾ പരിചയപ്പെടുത്തി അവരെ മനുഷ്യരാക്കുക, അവരെ വിമോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു നാരായണഗുരുവിന്റെ സിദ്ധാന്തം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പിന്നീട് ആ സംഘടനയ്ക്ക് സാമുദായിക രൂപം നൽകാൻ പലരും ശ്രമിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ നേരെ ശിഷ്യന്മാർ ശ്രമിച്ചപ്പോൾ 1916 നാരായണഗുരു ഒരു വിളംബരം പുറപ്പെടുവിച്ചു, നമുക്ക് ജാതിയില്ല. 2016 ലൈബ്രറി കൗൺസിൽ തന്നെ അതിന്റെ 100ാം വാർഷികം എല്ലാ ലൈബ്രറികളിലും അത് പ്രദർശിപ്പിച്ചു. നാരായണഗുരുവിന്റെ ജാതിയില്ല വിളംബരം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചത് ഇന്ന് കാണുന്നത് പോലെ നായന്മാരുടെ ജാത്യാഭിമാനം പറയാനല്ല. പെരുന്നയിൽ നിന്ന് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് അമ്മാതിരി ആക്രോശങ്ങളാണ്. പക്ഷെ നിങ്ങൾ നോക്ക്, അത് രൂപം കൊടുത്ത ആദ്യത്തെ പ്രസിഡന്റ് K. കേളപ്പൻ, അതിന്റെ ആദ്യത്തെ സ്ഥാപക ജനറൽ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ, രണ്ടുപേരും പേരിന്റെ കൂടെ ഏതില്ല,
വാലില്ല. അത് ഉപയോഗിക്കാതിരുന്നവരല്ല. പഴയ രേഖകൾ ഈ പുസ്തകത്തിൽ സലീം മാഷ് എടുത്തു വെച്ചിട്ടുള്ള പഴയ രേഖകൾ നോക്കിയാൽ കെ കേളപ്പൻ നായർ എന്ന് തന്നെയാണുള്ളത്. അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രയോഗങ്ങളിലും കോൺഗ്രസിൽ പോലും അദ്ദേഹം സജീവമായ കാലത്ത് കെ കേളപ്പൻ നായർ എന്ന് തന്നെയാണുള്ളത്. മന്നത്ത് പത്മനാഭ പിള്ള എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 1914 നായർ സേവാ സംഘം നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ അവരാദ്യമെടുത്ത തീരുമാനം ഭാരവാഹികളായ ഞങ്ങളുടെ പേരിന്റെ കൂടെയുള്ള ഈ വാല് മുറിച്ചു കളയുന്നു. എന്തുകൊണ്ട്? സംഘടനയുടെ പേരിൽ നായർന്നുണ്ട്. അത് കണ്ടിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട ഇത് നായന്മാരുടെ ജാത്യാഭിമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്നുള്ളത്. ഏതാണ്ട് ഒരു മുമ്പന്തിയിൽ നിൽക്കുന്ന ജാതിയാണെങ്കിലും അതിനകത്തെ ആചാരങ്ങൾ അങ്ങേയറ്റം അപരിഷ്കൃതമായി. ജാതിയിൽ ഏറ്റവും മുമ്പന്തിയിലുള്ളതാണ് നമ്പൂതിരി. അവർക്കിടയിൽ രൂപം കൊണ്ടതാണ് യോഗക്ഷേമ സഭ. ഇന്നിപ്പോ യോഗക്ഷേമ സഭയെ നമ്പൂതിരിയാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഭാരവാഹികൾ വലിയ നിലയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, അക്കമൺ നമ്പൂതിരിയെ പോലുള്ള ആളുകൾ. പക്ഷെ 1934 ഓങ്ങല്ലൂരിൽ അതിൻ്റെ വാർഷിക സമ്മേളനം ചേർന്നപ്പോൾ അധ്യക്ഷൻ EMS ആയിരുന്നു. EMS 13ാമത്തെ വയസ്സിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ചേർന്നിട്ടല്ല. 13ാമത്തെ വയസ്സിൽ അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് തൻ്റെ നാട്ടിലെ യോഗക്ഷേമ സഭയുടെ ശാഖാ സെക്രട്ടറി ആയിട്ടാണ്. അതിൻ്റെ പ്രവർത്തനം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്പൂതിരിയാക്കാനല്ല. അതുകൊണ്ടാണ് പിന്നീട് 10-20 വർഷം കഴിഞ്ഞിട്ട് ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കാൻ അവസരം കിട്ടിയപ്പോൾ തൻ്റെ പ്രസംഗത്തിന് EMS കൊടുത്ത തലക്കെട്ട് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് എല്ലാ സംഘടനകളും ചെയ്തിട്ടുള്ളത്. ഈ സംഘടനയുടെ എല്ലാം രൂപമുണ്ടായത്. പക്ഷേ 1930കളിലേക്ക് എത്തുമ്പോൾ, ഇതിൻ്റെ ആദ്യത്തെ ഒരു കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്രിയ സജീവമായപ്പോൾ ഇതിൻ്റെ തലപ്പത്ത് വന്ന പലരും ആ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇതിനെ ഈ വിലപേശൽ ശക്തികളായിട്ട് മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് 1930കൾ തൊട്ട് തന്നെ തിരുവിതാംകൂറിൽ മിക്കവാറും ഇത്തരം നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം കേവലം സാമുദായിക സംഘടനകളായിട്ട് മാറുകയും അന്നത്തെ തിരുവിതാംകൂർ രാജഭരണവുമായിട്ട് വിലപേശുന്ന ഉത്തരവാദ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിൽ, അതുപോലെ അവിടെ നിയമസഭ, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു നാട്ടുരാജ്യത്ത് നിയമസഭ വന്നത് തിരുവിതാംകൂറിലാണ്. നിയമസഭ വന്നപ്പോൾ പിന്നീട് അതിലേക്ക് തെരഞ്ഞെടുപ്പുകളൊക്കെ ആരംഭിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ സാമുദായിക മണ്ഡലങ്ങൾ ഉണ്ടായിത്തീരുക, ഈഴവരുടെ മണ്ഡലം, നായന്മാരുടെ മണ്ഡലം, മാപ്പിളാരുടെ മണ്ഡലം, ഇങ്ങനെയൊക്കെ ഉണ്ടായിത്തീരുക. ഇങ്ങനെയൊക്കെ ഉള്ള വിലപേശൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വിമോചന സമരത്തിന് കുറച്ച് മുമ്പ് തന്നെ ഏതാണ്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഈ സംഘടനകളെല്ലാം ഇത്തരത്തിൽ ഒരു സാമുദായികവും വർഗീയവുമായ ഒരു പശ്ചാത്തലത്തിൽ എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് ഇവർക്ക് വളരെ എളുപ്പമായി 1950കളിലേക്ക് എത്തിയപ്പോൾ കാരണം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രമാണിമാർക്കാണ് 57ലെ ഗവൺമെന്റിന്റെ നടപടികൾ, ഭൂപരിഷ്കരണ നിയമമായാലും പൊതുവിദ്യാഭ്യാസ നിയമമായാലും അതുപോലെ പണിയെടുത്തവന് കൂലി കൊടുക്കാനുള്ള നിയമങ്ങളായാലും ഒക്കെ വലിയ അലോസരം സൃഷ്ടിച്ചത്. അതുവരെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ജന്മിമാരുടെ വൃത്യസംഘമായിരുന്നു. നാട്ടുമ്പുറത്ത് ജന്മിമാരാണ് പോലീസുകാർക്ക് എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തിരുന്നത്. പക്ഷേ VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ക്രമസമാധാന പാലനത്തിൽ പോലീസിനെ വിമോചിപ്പിക്കുന്നു. ഇതെല്ലാം വന്നപ്പോൾ പഴയതുപോലെ അവരുടെ അധികാരം പ്രയോഗിക്കാൻ കഴിയാതെ വന്നിട്ടപ്പോൾ ഈ സാമുദായിക ശക്തികളെല്ലാം എങ്ങനെ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറയുകയാണ്. ഒരു ഇടതുപക്ഷ വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം യഥാർത്ഥത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഈ സംഘടിത മതപ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഇപ്പോഴും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടത്ര ജനപിന്തുണ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വലിയ നിലയിൽ വിശ്വാസപരമായ കാരണങ്ങളാൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായ വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുക്കാൻ വലിയ വിമുഖത കാണിക്കുന്നുണ്ട്. നമ്മൾ കരുതുന്ന പോലെ ഈ പുതിയ കാലത്തെ മാത്രം ഒരു പ്രവണതയല്ല. നേരത്തെ പറഞ്ഞ ഈ കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള സാർവദേശീയ തലത്തിലുണ്ടായ പ്രചരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നതിന് മുമ്പേ ആരംഭിക്കുന്നുണ്ട്. 1939 മാത്രമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടിതമായൊരു പ്രചരണം ആരംഭിക്കുന്നത്, പിണറായിയിലെ പാറപ്പുറം സമ്മേളനത്തോടു കൂടി. അതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ആയിട്ട് മാറുന്നു. പക്ഷേ 1920കളിൽ 30കളിൽ തന്നെ കേരളത്തിൽ ഈ പറഞ്ഞ യൂറോപ്യൻ നാടുകളിലുണ്ടായ ഈ ക്രിസ്തുമത പൗരോഹിത്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലഘുലേഖകളും മലയാളത്തിൽ അച്ചടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്.
കോട്ടയത്തെ അന്ന് നസ്രാണി ദീപിക എന്നറിയപ്പെട്ടിരുന്ന പ്രസ്, അതുപോലെ അവിടുത്തെ CMS പ്രസ്, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പണി തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലഘുലേഖകൾ ഈ ഇംഗ്ലീഷിലും മറ്റും ഉണ്ടാകുന്നത് പരിഭാഷപ്പെടുത്തി മലയാളത്തിൽ പ്രചരിപ്പിക്കാൻ. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ജാഗ്രത എടുത്തത്? 1914 തന്നെ മലയാളത്തിൽ കാൾമാർസിന്റെ ജീവചരിത്രം വന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് രൂപം കൊണ്ടിട്ടില്ല. 1920 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഒരു ഘടകം ഉണ്ടാകുന്നത്. അതിൻ്റെയും 6 വർഷം മുമ്പ് ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി കാൾമാർസിന്റെ ജീവചരിത്രം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കേരളത്തിലോ ഇന്ത്യയിലോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഇല്ലാത്ത കാലത്ത്. അതുകൊണ്ട് മലയാളക്കരയിൽ ഈ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ വേരൂന്നാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇവരാദ്യം തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും ഇവിടെ ഇല്ലെങ്കിലും ആദ്യം തന്നെ തിരിച്ചറിയുകയും അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണങ്ങൾ, അതിൻ്റെയൊക്കെ ചരിത്രപരമായ രേഖകൾ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും വളരെ കാലികമായ രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എന്നാൽ ഇങ്ങനെ ചരിത്രത്തോളം പിൻപറ്റി പോകാൻ കഴിയുന്ന തരത്തിലുള്ള രേഖകളും കാര്യങ്ങളും എല്ലാം ഈ പുസ്തകത്തിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. എങ്ങനെയാണ് മാധ്യമങ്ങൾ, നമ്മളിപ്പോൾ വലിയ രീതിയിൽ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഈ ഇടതുപക്ഷ വിരുദ്ധം, അതിൻ്റെയൊക്കെ വസ്തുതകളും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് എന്നതാണ്. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങനെയെല്ലാമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് വലിയ പ്രതിസന്ധി നേരിടുന്നു? പലപ്പോഴും നമ്മൾ വലിയ പ്രതിരോധത്തിലായിത്തീരുന്നു. നമുക്ക് എന്തുകൊണ്ട് 57 ഈ മുന്നേറ്റം നിലനിർത്താൻ വേണ്ടി കഴിയുന്നില്ല? 57 മുന്നേറ്റവും ഒറ്റപ്പെട്ട മുന്നേറ്റമല്ല. ഇന്നത്തെ ദേശാഭിമാനിയിൽ അതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട്. ഈ പുസ്തകത്തിലും അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിശദീകരണമുണ്ട്. 1954 അന്നത്തെ മലബാർ ജില്ലാ ബോർഡിൻ്റെ, മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശാഭിമാനി വാർത്തയിൽ ഒരു പ്രസംഗമുണ്ട്. ആ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ കാസർഗോഡും ഉണ്ട് എന്നാണ്. 54 നമ്മൾ സൗത്ത് കാനറ ഡിസ്ട്രിക്ട് ബോർഡിലാണ്. 54 കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ അധികാരം ലഭിക്കുന്നത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡാണ്. അത് 54 പഴയ മദ്രാശി സർക്കാരിൽ. അതും കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ഭൂരിപക്ഷത്തിലല്ല. 57 ഗവൺമെന്റിന്റെ കാലത്ത് 5 സ്വതന്ത്രം ഉണ്ടായിരുന്നതുപോലെ 8 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയാണ് 54 മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് PT ഭാസ്കര പണിക്കർ പ്രസിഡന്റായിക്കൊണ്ട് നേരുന്നത്. തിരുക്കൊച്ചിയിലും ഈ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. അധികാരം കിട്ടിയില്ലെങ്കിലും ആലപ്പുഴ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒറ്റക്കക്ഷിയായിട്ട് TV തോമസിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നുണ്ട്. തിരുക്കൊച്ചി നിയമസഭയിലും 51 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യ പ്രതിപക്ഷമായിട്ട് മാറുന്നുണ്ട്. TV തോമസ് അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്നുണ്ട്. മദ്രാശി അസംബ്ലിയിലേക്കും 3-4 സീറ്റുകളിൽ ഇന്നത്തെ മലബാർ ജില്ലയിൽപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ കഴിഞ്ഞു. EMS ഒക്കെ അങ്ങനെയാണ് മദ്രാശി നിയമസഭയിൽ അംഗമായിട്ട് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻതൂക്കമുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ 50% വോട്ട് നേടാൻ കഴിയുന്ന ഒന്നായിട്ട് ഇടതുപക്ഷത്തിന് മാറാൻ കഴിയാത്തത്? അതിന് നമ്മൾ ചില്ലിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചപ്പോൾ മാതൃഭൂമി പത്രം ഒരു മുഖപ്രസംഗം എഴുതി. മാതൃഭൂമി അന്ന് കടുത്ത നിലയിൽ കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ള ഒരു പത്രമാണ്. കോൺഗ്രസിനെയും PSPയെയുമാണ് അവർ പിന്തുണച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിട്ടും ഈ വിജയത്തെ അവർക്ക് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ എഴുതിയ മുഖപ്രസംഗത്തിലെ ഒരു പ്രസക്തമായ ഭാഗം ഈ പുസ്തകത്തിൻ്റെ 46-ാം പേജിൽ സലീമാഷ് ഉദ്ധരിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ലൈബ്രറി കൗൺസിൽ 2016 നാരായണഗുരുവിൻ്റെ ഈ ജാതിയില്ലാ വിളംബരം നമ്മൾ വലിയ പ്രദർശന ബോർഡാക്കി മാറ്റിയതുപോലെ ഇന്നത്തെ കാലത്ത് എല്ലാ സ്ഥലത്തും ഇതൊരു പ്രദർശന ബോർഡാക്കി മാറ്റേണ്ടതാണ്, കുറച്ചുകൂടി വലുപ്പത്തിലെടുത്തിട്ട്. മാതൃഭൂമിയുടെ വിലയിരുത്തൽ ഇങ്ങനെയാണ് 57 വിജയത്തെക്കുറിച്ച്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം കിട്ടിയത്? കേരളത്തിൽ ആഴത്തിൽ വേരോടിയതും സജീവ പ്രവർത്തകരുടെ നിതാന്ത ശ്രദ്ധയാൽ പരിപോഷിക്കപ്പെട്ടതുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓരോ വിദൂര ഗ്രാമത്തിലും ഏറ്റവും താഴേക്കിടയിലുള്ളവർക്കുണ്ടായ ദൈന്യതയിൽ സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും അവരുമായി താദാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നവരാണ് ഉറച്ച കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ. പ്രത്യക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഒരു നാടോടിയാണ്. പക്ഷേ സ്വന്തം ഗ്രാമത്തിൽ അദ്ദേഹം സർവ വ്യക്തികളുമായും സമ്പർക്കം പുലർത്തുന്നു. അതുപോലെ പാർട്ടിയുടെ സന്ദേശം അദ്ദേഹം നെഞ്ചേറ്റുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ സദാ പ്രചോദിപ്പിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിയിൽ അദ്ദേഹം
ബദ്ധശ്രദ്ധനാണ്. നല്ല നാളെ ഒരു പക്ഷേ ഒരു മരീചികയാവാം, പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണ സത്യമാണ്. തൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനുള്ള മാർഗം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദർശിക്കുന്നു. പാർട്ടിയെ സ്വന്തം ദേഹവും ദേഹിയുമായി അദ്ദേഹം കരുതുന്നു. ഇത് ഇന്നത്തെ കാലത്ത് എല്ലാ പാർട്ടി ഓഫീസിലും ചില്ലിട്ട് വെക്കാൻ കഴിയട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവതരണം അവസാനിപ്പിക്കുന്നു. 9 അധ്യായങ്ങളിൽ വിരചിതമായ ഡോക്ടർ സലീമിൻ്റെ പ്രൗഢഗംഭീരമായ ഈ ഗ്രന്ഥത്തെ അപഗ്രഥിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് നമ്മൾ വായിക്കാൻ ആരംഭിക്കണം, നോക്കാൻ ആരംഭിക്കണം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടുന്നതിൻ്റെ ഓർഡറും ഒരു ഫോട്ടോയും അതിനകത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുന്ന സമയത്തുള്ള ഫോട്ടോയുമുണ്ട്. പിൻഭാഗത്ത് നിന്ന് ആരംഭിക്കണമെന്ന് പറഞ്ഞത് മുസ്തഫ സൂചിപ്പിച്ച അതേ സ്ഥലത്ത് നിന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിനകത്ത് മതത്തെക്കുറിച്ച്, മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലുപരി നമ്മൾ അതിനകത്ത് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 ഉണ്ടാകുന്നത് എങ്കിലും കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ 2ാമത്തെ ഘടകത്തിൽ വെച്ച് മാർക്സും എംഗൽസും ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും വഴികളിൽ ലോകത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ആൾക്കാർ പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പാരീസ് കമ്മ്യൂണിൻ്റെ ഒക്കെ ചരിത്രം നോക്കുന്ന സമയത്ത് ഈ സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനത് വിശദമാക്കുന്നില്ല. മാർക്സും എംഗൽസും പ്രായോഗിക രംഗത്ത് വന്ന് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ളതാണ്. ഇതിനകത്ത് 1840 തന്നെ ഈ സൂചിപ്പിച്ചിട്ടുള്ള ക്രിസ്തീയ വിഭാഗത്തിൻ്റെ, കത്തോലിക്ക വിഭാഗത്തിൻ്റെ രഹസ്യ യോഗം ലോകത്ത് ചേരുന്നുണ്ടെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഭൂതം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു പ്രത്യയശാസ്ത്രത്തെ തകർക്കുന്നതിന് വേണ്ടി 1848 മുമ്പ് തുടങ്ങിയിട്ടുള്ള യത്നം 2 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിട്ടും ഈ 3-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുന്ന സമയത്തും അവസാനിക്കുന്നില്ല എന്നുള്ളത്. ഇവരുടെ ഇടയലേഖനത്തിൻ്റെ ഒരു ചരിത്രം ഡോക്ടർ സലീം ഇതിനകത്ത് ഓരോ ഭാഗത്തും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അത് കത്തോലിക്ക വിഭാഗം അവിടെ നിർത്തുന്നില്ല മാത്രമല്ല, ഫാദർ വടക്കനൊക്കെ ആദ്യം തുടങ്ങി അവസാനം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയത്തിലേക്ക്, വിമോചന സമര പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ചേർന്നിട്ടുള്ള നിരവധി യോഗങ്ങളെക്കുറിച്ചും ആ യോഗത്തിനകത്തുള്ള രഹസ്യ സ്വഭാവത്തെക്കുറിച്ചും ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴുള്ള പാലക്കാട് നടന്നിട്ടുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിനപ്പുറം ഭാഗത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്തും ഈ പുസ്തകം വെച്ചുകൊണ്ട് പരിശോധിക്കുന്ന സമയത്ത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു പ്രശ്നം, വർഗീയതയെക്കുറിച്ചും മതത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന സമയത്ത് ഈ വർഗീയതയും മതവും ഒക്കെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് നാം ഹൈഡ് ചെയ്ത് വെക്കുന്ന രൂപത്തിലേക്ക് ക്രിസ്തീയ വിഭാഗത്തിനകത്ത് ഉണ്ടായിട്ടുള്ള ഇത്തരം ഒരു വർഗീയതയുടെ ഏറ്റവും പരമോന്നത ഘടകത്തിലേക്ക് പോകുന്ന രൂപത്തിലുള്ള പള്ളി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രഹസ്യ അജണ്ടകളും അതുപോലെ തന്നെ ഇടയലേഖനങ്ങളും നമ്മൾ വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രൂപത്തിൽ വിമോചന സമരത്തിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തത്തെക്കുറിച്ച്, രഹസ്യയോഗത്തെക്കുറിച്ച്, അതിൻ്റെ പ്രായോഗിക രംഗത്തുള്ള വശത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സലീമിൻ്റെ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വർഗീയതയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇസ്ലാം വർഗീയതയെക്കുറിച്ചും ഹിന്ദു വർഗീയതയെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഒരു സമഗ്ര പഠനത്തിന് വഴിവെക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് പരിശോധിക്കണം. അത് വളരെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെയും പൊതുമണ്ഡലത്തിലെ പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കുള്ള ഒരു പഠനം വേണം എന്നുള്ള ഒരൊറ്റ ഒരു പോയിന്റ് ഞാൻ സൂചിപ്പിക്കുന്നു. രണ്ടാമത്,
വിമോചന സമരം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ചല്ല പറയുന്നത്. അത്തരമൊരു വിമോചന സമരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ സംബന്ധിച്ചാലും ഫ്യൂഡൽ അധികാരികളായി കഴിഞ്ഞാലും ജന്മിവർഗമായി കഴിഞ്ഞാലും മുതലാളിത്തമായി കഴിഞ്ഞാലും ഈ മതവും പൂർണ്ണമായിട്ടും സന്ധി ചെയ്തു എങ്കിൽ കൂടി ഇവിടെ കേരളത്തിനകത്ത് ഇത്തരം ഒരു സർക്കാർ വന്ന് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ലോകത്ത് അധികാരത്തിൽ വരുന്ന ബാലറ്റ് പേപ്പറിലൂടെയാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം ഒരു ശക്തി അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു സമഗ്ര പഠനത്തിന് നമുക്കതിനകത്ത് പ്രേരകമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഗാന്ധിയൻ ആദർശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ആശയം ഇന്ത്യ രാജ്യത്തിനകത്ത് ഇപ്പോൾ മാർസിൻ്റെ ഒരുപക്ഷെ 1912 മുതൽ മാർസിയൻ ദർശനങ്ങൾ കൃത്യമായിട്ടും കേരളത്തിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാള പരിഭാഷ സ്വദേശാഭിമാനി നടത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു ദർശനം കടന്നു വരുന്ന സമയത്ത് അത് ഇന്ത്യയുടെ ദുർഭൂതമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ മുളയിലെ നിന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്രയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സർക്കാരിനെ യാതൊന്നും അതിനകത്ത് പറയാൻ വേണ്ടി കഴിയില്ല. കുടിയിറക്ക് നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ട് അത് ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മണ്ണിലധ്വാനിക്കുന്ന മനുഷ്യന് മുഴുവൻ ഉപകാരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അതുപോലെയുള്ള വിദ്യാഭ്യാസ ബില്ലും വന്ന സമയത്ത് പിരിച്ചുവിട്ടത് ഇത് ലോകത്തിന് നാന്ദിയാണെന്നും ഈ കേരളത്തിനകത്ത് ഇത്തരമൊരു കമ്മ്യൂണിസ്റ്റ് ആശയം വളരെ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ആന്ധ്ര മാത്രമല്ല ഇന്ത്യയിലേക്ക് അത് വ്യാപിക്കും എന്ന് കണ്ട സമയത്ത് ആ ബുദ്ധിരാക്ഷസന്മാർ ഒരുക്കിയിട്ടുള്ള ഏറ്റവും നിഗൂഢമായിട്ടുള്ള ഒരു ആസൂത്രണത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ് 59 ഈ സർക്കാരിനെ പിരിച്ചുവിടുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുള്ള വ്യക്തികൾ, ഞാൻ ഡോക്ടർ സലീമിനെ ഇരുത്തിക്കൊണ്ടല്ല പറയുന്നത്, സാധാരണ നമ്മൾ എത്രയോ ഇപ്പോൾ മുസ്തഫയുടെ പ്രബന്ധമുണ്ട്, ഒരുപടി ആൾക്കാരുടെ പ്രബന്ധം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ പിന്നിൽ ഒരു ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം, അത് അഭിമുഖ സംഭാഷണമായാലും ആർക്കൈവുകളിൽ പോയി കഴിഞ്ഞാലും ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാലും പരിശോധിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടം പോലെ അത്രയും മനോഹരമായിട്ട് ഒരു വലിയൊരു കാലഘട്ടം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തോ ഭാഗ്യവശാൽ ഇത്തരമൊരു ഗ്രന്ഥം കാസർഗോഡ് ജില്ലയിൽ ആദ്യം ചർച്ച ചെയ്യുന്ന സമയത്ത് മാണിയാട്ട് വെച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. ഒന്നേ പറയാനുള്ളൂ, ഈ കാലഘട്ടത്തിൽ മതവും രാഷ്ട്രീയവും ഒന്ന് ചേരുന്ന ഈ സമകാലീന പരിതോവസ്ഥയിൽ വളരെ ഗഹനമായിട്ടുള്ള ഈ പുസ്തകത്തെക്കുറിച്ച് ഗ്രാമാന്തരങ്ങളിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് പുരോഗമന കലാസാഹിത്യ സംഘം ഏറ്റെടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ നിർത്തുന്നു. നന്ദി. സാധിച്ചുമുള്ള വളരെ പ്രിയപ്പെട്ടവരെ, തികച്ചും അത്ഭുതപ്പെടുത്തിയ ഒരു പുസ്തകമാണ് സലീം മാഷിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും എന്ന പുസ്തകം. വളരെ അത്ഭുതകരമായ രീതിയിലാണ് ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അടിസ്ഥാനപരമായ ആശയങ്ങൾ വെച്ച് അതിൻ്റെ വികാസ പരിണാമം മാത്രം ചിത്രീകരിക്കപ്പെടുന്നതിന് പകരം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളുടെ സ്ഥിതിഗതികൾ, അങ്ങനെ എല്ലാ മേഖലയിലും സമഗ്രമായി ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രബന്ധമാണ് സലീം മാഷിൻ്റെ പ്രബന്ധം. അതിൻ്റെ വിപുലീകരണമാണ് ഈ പുസ്തകം. ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ആ കാലത്തുള്ള കാർട്ടൂണുകൾ, പ്രത്യേകിച്ച് കുട്ടിയടക്കം വരച്ചിട്ടുള്ള കാർട്ടൂണുകൾ വളരെ നല്ല രീതിയിൽ ഈ പുസ്തകത്തിൽ ഉൾച്ചേർന്നപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇന്ത്യയുടെ വികാരം, എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ വികാരം എന്ന് തിരിച്ചറിയാൻ വേണ്ടി കൃത്യമായി നമുക്ക് കഴിയും. 1957 ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള അടിസ്ഥാന കാരണം കേരളത്തിലെ മാത്രം സാഹചര്യമല്ല, ലോക സാഹചര്യത്തിൽ കാത്തോലിക്കൻ സഭ എടുത്തിട്ടുള്ള ചില നിഗമനങ്ങളും തീരുമാനങ്ങളുമുണ്ട്. ലോകത്ത് എവിടെയെല്ലാം സോഷ്യലിസത്തോട് താല്പര്യമുള്ള ഗവൺമെൻറ്റുകൾ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അട്ടിമറി സംഘടിപ്പിച്ചത് ഈ പോപ്പിൻ്റെ നേതൃത്വത്തിലുള്ള കാത്തലിക് സഭ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിലും കടന്നു വന്നിട്ടുള്ളത്. നേരത്തെ മുസ്തഫ പറഞ്ഞ കണക്കെ CMS പ്രസ് അടക്കം പ്രചരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലഘുലേഖകൾ ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളിൽ വായിക്കുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കുകയും ചെയ്തു. ജാതി മത സഖ്യശക്തികൾ പനമ്പള്ളി ഗോവിന്ദ മേനോൻ്റെ നേതൃത്വത്തിലടക്കം വിമോചന സമരം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച പനമ്പള്ളി പിന്നീട് മന്നത്ത് പത്മനാഭൻ്റെ രഥയാത്രയടക്കം നടത്തിയിട്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള അടിത്തറ ഒരുക്കിയത്. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാം. നമുക്ക് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായൊരു കാർട്ടൂണുണ്ട്. ഇന്ദിരാഗാന്ധി കേരളത്തിൻ്റെ മണ്ണിൽ.
കേരളത്തിലെ മന്ത്രിസഭയെ കൊല ചെയ്യുന്നോ, ആ കൊല ചെയ്ത ആ കത്തി ആ വലിയ കോടാലിയുമായി തിരിച്ചു നടക്കുന്ന ഒരു ചിത്രമുണ്ട്. എന്തിനാണ് ഇത് കൊല ചെയ്തത്? ഭരണഘടനയുടെ ഉൾവശങ്ങൾ പരതി നോക്കുകയാണിവർ. ഇതിലെന്തെങ്കിലും വകുപ്പുണ്ടോയെന്ന്. അങ്ങനെയാണ് 356(1)(a) വകുപ്പ് കണ്ടെത്തുന്നത്. ആ വകുപ്പ് കണ്ടെത്തിയാണ് പിരിച്ചുവിടൽ നടത്തിയത്. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത്, സോഷ്യോ എക്കണോമിക് രംഗത്ത് ഏറ്റവും വലിയ ചലനവും മാറ്റവും സൃഷ്ടിച്ചതാണ് 1957 ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഇന്ന് നമ്മൾ പറയുന്ന ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ശിലയിട്ടത് 1957 EMS ഗവൺമെൻറ്റാണ്. അധികാരം ജനങ്ങളിലേക്ക് എന്ന കൃത്യമായിട്ട് നിർവഹിക്കപ്പെട്ടത് EMS ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സാമൂഹ്യ സുരക്ഷാ മേഖലയിലും ഒക്കെ തന്നെ വിപുലമായ വളർച്ച ആ കാലത്ത് തുടക്കം കുറിച്ചത്. ആ വളർച്ച മുതലാളിത്തത്തിനെതിരാണെന്ന് കണ്ടുകൊണ്ടാണ് ഫാദർ വടക്കൻ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ട് എന്ന പേരിൽ ഒരു സംഘടന തന്നെ രൂപീകരിച്ചത് നമുക്ക് കാണാൻ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ മെച്ചപ്പെട്ട ഒരു പുസ്തകമാണിത്. നമ്മൾ വായിക്കേണ്ടതും ഈ കാലത്ത് നമ്മൾ ചേർത്ത് നിർത്തേണ്ടതും ആണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വർഗീയ ശക്തികൾ വളരെ വ്യക്തമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ചേർക്കുമ്പോൾ അത് ഏത് രീതിയിലായാലും ശരി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഇന്നും ഒരു വിമോചന സമരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ മണ്ണിൻ്റെ പ്രബുദ്ധത 57 അല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ വലിയ സമരങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നത്. എന്നാൽ നാളെ ഗ്രാമാന്തരങ്ങളിൽ അവർ ഈ പ്രചരണം നടത്തുകയും ഈ രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിലെങ്കിലും വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുമെങ്കിലും കേരളത്തിൻ്റെ ഇന്നത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉഴുതുമറിച്ച മണ്ണിൽ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെ അതിജീവിക്കുകയും ഒരു മൂന്നാം ഗവൺമെൻറ്റിലേക്ക് പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഈ പുസ്തകം നമ്മൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയൊരു പുസ്തകം എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം പഠിക്കാനും ആ ചരിത്രത്തിൽ എന്തെല്ലാം ദിശാസന്ധികൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനും ഉതകുന്നൊരു പുസ്തകമാണ് ഇത്. അതുകൊണ്ട് സലീം മാഷിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. എൻ്റെ സംഘാടകരോടും ഇത് വളരെ കൃത്യമായിട്ട് ഇവിടെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട VP മുസ്തഫയും അതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കളോടും, പിന്നെ പുസ്തകം VP പറഞ്ഞതുപോലെ 2 വർഷത്തിനുള്ളിൽ 3 പതിപ്പ് ഇപ്പോൾ വന്നു. ആദ്യ പതിപ്പ് വന്നതിന് ശേഷം കന്നഡയിലെ ട്രാൻസ്ലേഷൻ വന്നിരുന്നു. മുഖ്യമന്ത്രിയാണത് കുമ്പളയിൽ വെച്ച് വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അത് പ്രകാശനം ചെയ്തത്. ഇപ്പോൾ പുസ്തകം പൊതുവായനക്കാരും സർവകലാശാലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുസ്തകം ആവശ്യമുള്ളവർക്ക് എത്തിച്ചു തരാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് ഈ വൈകിയ വേളയിലധികം ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും നല്ല സന്തോഷകരമായൊരു സായാഹ്നം, ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. കോവിൽപ്പള്ളി വായനശാലയും ഇവിടെയുള്ള ഇതിൻ്റെ സംഘാടകരെയും അതുപോലെ ഇവിടെ പങ്കെടുത്തവരെയും ഒരിക്കലും മറക്കുകയില്ല. എല്ലാവരോടും സ്നേഹം, സന്തോഷം, നന്ദി, നമസ്കാരം.